നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയാണ്. പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഇന്ന് പ്രധാനമന്ത്രി ഓൺലൈനായിരിക്കും ഫ്ളാഗ് ഓഫ് ചെയ്യുക. രാവിലെ 8 മുതൽ 8:30 വരെയാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക. വാരാണസിയിൽ നടക്കുന്ന ചടങ്ങിൽ കേരളത്തിലേതടക്കം 4 വന്ദേ ഭാരത് സർവീസുകളാണ് നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഫ്ളാഗ് ഓഫിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ സന്തോഷത്തോടുകൂടി തന്നെ നമ്മൾ വന്ദേ ഭാരതിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്കുള്ള വന്ദേ ഭാരത്, അത് നമുക്കറിയാം, ബംഗളൂരു മലയാളികളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ബംഗളൂരുവിലേക്ക് പോകുന്നതിന് വേണ്ടി എത്രത്തോളം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്ന്. പ്രത്യേകിച്ച് ഈ ആഘോഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ട്രെയിൻ ടിക്കറ്റൊക്കെ, ബസ്സൊക്കെ, ദീർഘദൂര ബസ്സിൻ്റെ ഒക്കെ നിരക്ക് വലുതായിട്ട് ഉയർത്തുമ്പോൾ അവർ വലിയ വിഷമത്തിലൊക്കെ തന്നെയായിരിക്കും. അവർക്കൊരു ആശ്വാസം എന്നോണം തന്നെയാണ് ഇപ്പോൾ വന്ദേ ഭാരത് എത്തുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരിലുമുണ്ട്. ഇന്ന് ഇവിടെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വലിയ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ ചടങ്ങ് നടക്കുന്ന വേദിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഹൈബീഡൻ MP, രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളോടൊപ്പം ഇപ്പോൾ കുറച്ച് കൊച്ചു കൂട്ടുകാരുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വലിയ സന്തോഷത്തിലാണ് ഇന്ന് വന്ദേ ഭാരതിൽ കയറി യാത്ര ചെയ്യുന്നതിന്റെ. ആദ്യമായിട്ടാണോ വന്ദേ ഭാരതിൽ കയറിയത്? ആദ്യമായിട്ടാണ്. ആണോ? ഭയങ്കര സന്തോഷത്തിലാണ്, എക്സൈറ്റഡ് ആണ്. ട്രെയിൻ യാത്രയൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ? ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇത് വലിയ വ്യത്യസ്തമായിട്ട് വളരെ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ തൃശ്ശൂർ ഇറക്കും. എന്ത് തോന്നുന്നു? ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഗവർണറെ സുരേഷ് ഗോപിയൊക്കെ കണ്ടു, അവരെന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല, പോകുന്ന കണ്ടു. സംസാരിക്കാൻ പറ്റിയില്ല. നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാ? ഞങ്ങള് 11th. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 20 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. ഹായ്, ഫോട്ടോ ഒക്കെ എടുത്തോ? സെൽഫി ഒക്കെ എടുത്തോ? വീഡിയോ ഒക്കെ എടുത്തോ? ഇത് ട്രാവൽ ചെയ്യുമ്പോഴും വീണ്ടും എടുക്കണം അല്ലേ? എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണോ കയറുന്നത്? എന്ത് തോന്നുന്നു? നല്ലതായിട്ടുണ്ട്. സന്തോഷം. ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതെ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. വേഗം നമുക്ക് എത്താൻ പറ്റും അല്ലേ? ഇനിയും ഇതുപോലത്തെ ട്രെയിനുകൾ വേണമെന്നുണ്ട് ആവശ്യമുണ്ടോ? ആബ്സല്യൂട്ട്ലി ആവശ്യമുണ്ട്. അതാണ് നമ്മുടെ കുട്ടികൾ പറയുന്നത്. ഇനിയും ഇതുപോലത്തെ ട്രെയിനുകൾ ആവശ്യമാണ്. നമുക്ക് സമയലാഭം, വളരെ സൗകര്യത്തോടു കൂടി സ്വസ്ഥമായി യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയ ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. യാത്രയുടെ മടുപ്പൊന്നുമില്ലാതെ ഒക്കെ പോകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. അങ്ങനെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ കുട്ടികളും ഇപ്പോഴുള്ളത്. ഈ KVയിലെ വിദ്യാർത്ഥികളാണ്, 20 വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി എറണാകുളത്ത് നിന്നും തൃശ്ശൂരിലേക്ക് യാത്രയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് 8 മണിയോടുകൂടി, 8:20 ആയിരിക്കും വാരണാസിയിൽ നിന്നും ഓൺലൈനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. ഒപ്പം തന്നെ മറ്റ് 4 വന്ദേ ഭാരത് ട്രെയിനുകളും ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതിന്റെ നിരക്ക്, ഇത് എറണാകുളം ബംഗളൂരു AC ചെയർകാരന് 1500 രൂപയാകും. എക്സിക്യൂട്ടീവ് ചെയർകാരന് 2400 രൂപയുമായിരിക്കും. എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് 630 കിലോമീറ്റർ ദൂരം 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് എത്തുമെന്നുള്ളതാണ് ഏറ്റവും. ഹായ്, ഇത് നിങ്ങളുടെ മൈം ഉണ്ടായിരുന്നു? ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. എക്സൈറ്റഡ് ആണ്. വെരി മച്ച്. നിങ്ങളെ പെർഫോമൻസ് കഴിഞ്ഞോ? എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? നമ്മുടെ ക്യാമറ ഫേസ് ചെയ്തു. നിങ്ങളെയൊക്കെ എല്ലാരും കാണട്ടെ, പ്രേക്ഷകരൊക്കെ കാണട്ടെ. ഒരു ഹായ് പറയും എല്ലാവരും കൂടി. എപ്പോഴായിരുന്നു പെർഫോമൻസ്? കുറച്ചു നേരമായി കഴിഞ്ഞു. സുരേഷ് ഗോപി MP. നിങ്ങളും തൃശ്ശൂർ ഇറങ്ങും. എങ്ങനെയുണ്ട് ട്രെയിനിൽ കയറിയിട്ട്? നല്ല ഭംഗിയാണ്, നല്ല കംഫർട്ടബിൾ ആണ്. സന്തോഷത്തിലാണ്. ആദ്യമായിട്ടാണ് കയറുന്നത്? അല്ല, ഫസ്റ്റ് ടൈം.
അപ്പോൾ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്ന കുട്ടികളാണ്. ഇവരുടെ മൈം പെർഫോമൻസ് ഉണ്ടായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട വേദിയിൽ. അതൊക്കെ കഴിഞ്ഞ് ഇവരുടെ സീറ്റുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ വലിയ സന്തോഷത്തിലാണ്, കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷം തന്നെയാണ്. അതിന് അപ്പുറത്തേക്ക് മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ബംഗളൂരു മലയാളികൾ തന്നെയായിരിക്കും. ഈ വിദ്യാർത്ഥികളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ടെക്കികൾക്കൊക്കെ ആയിരിക്കും കൂടുതലും ഇങ്ങനെ യാത്ര നമ്മുടെ കേരളത്തിൽ നിന്നും ബംഗളൂരിലേക്കുള്ള യാത്രകളൊക്കെ കൂടുതലായി ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് വലിയ സന്തോഷത്തുള്ള ഒരു കാര്യം തന്നെയാണ്. സ്വസ്ഥമായി 8 മണിക്കൂർ കൊണ്ട് ബംഗളൂരിൽ എത്തുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഒരുപാട് വർഷത്തെ ഒരു കാത്തിരിപ്പ് തന്നെയാണ്. ആ കാത്തിരിപ്പിനെല്ലാം അവസാനമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് യാഥാർത്ഥ്യമാകുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട വേദിയിൽ ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. നമ്മുടെ ഗവർണർ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി MP, ഹൈബി ഈഡൻ MP ഉൾപ്പെടെയുള്ള BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്യും. ഹായ്, ആദ്യമായിട്ടാണോ യാത്ര ചെയ്യുന്നത്? Can you speak in Hindi? Yes. It's great opportunity to be here. എന്തായാലും കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്, അവർ വലിയ എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. എന്തായാലും ഇതൊരു തുടക്കമാകട്ടെ. ഇനിയും ഒരുപാട് വന്ദേ ഭാരതിൽ കയറി യാത്ര ചെയ്യാനും ബംഗളൂരിലേക്ക് പോകാനുള്ള നമ്മുടെ ഭാഗ്യമൊക്കെ ഈ കുട്ടികൾക്കുണ്ടാവുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ട്രെയിൻ ഈ പ്രധാന സമയം പുലർച്ചെ 5 മണിക്കായിരിക്കും ബംഗളൂരിൽ നിന്നും പുറപ്പെടുക. നമുക്ക് ഇവിടെ ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. നമുക്ക് ആ ചടങ്ങുകളിലേക്കും കൂടി കടക്കാമെന്ന് തോന്നുന്നു. ഗവർണർ പ്രധാനമന്ത്രിയായിരിക്കും ഇത് വാരണാസിയിൽ നിന്നും പരിപാടി, ഈ ഒരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം ഒഫീഷ്യൽ ഫ്ലാഗ് ഓഫ് ചെയ്യുക. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി MP ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അദ്ദേഹം എറണാകുളത്ത് നിന്നും വന്ദേ ഭാരതിൽ കയറി തൃശ്ശൂരിൽ ഇറങ്ങും. അങ്ങനെ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. കുട്ടികളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സഞ്ചാരികൾ. നാളെ മുതലായിരിക്കും, ഇന്ന് ഉച്ചയോടുകൂടിയും നാളെ രാവിലെയുമൊക്കെ ആയിരിക്കും ഇതിന്റെ ബുക്കിങ്ങുകളും ആരംഭിക്കുക. അനുശ്രീ. അതെ നവമി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളെ പോലെ തന്നെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളും വളരെയധികം സന്തോഷത്തിലായിരിക്കും. വലിയൊരു പ്രതിസന്ധിക്കാണല്ലോ പരിഹാരമാകുന്നത്. അതെ, തീർച്ചയായും. ഇതിന്റെ നമുക്കൊരു സമയക്രമം കൂടി നോക്കിയാൽ എറണാകുളം ജംഗ്ഷനിൽ നിന്നും ബംഗളൂരിലേക്ക് പോകുന്നത്. എറണാകുളം ജംഗ്ഷനിൽ നിന്നും 2:20 ഈ ട്രെയിൻ ഉണ്ടാകുക. എറണാകുളം ജംഗ്ഷനിൽ നിന്നും തൃശ്ശൂരിലെ 3:20 പാലക്കാട് 4:37. കേരളത്തിൽ 3 സ്റ്റോപ്പുകളാണുള്ളത്: എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്. പിന്നീട് കോയമ്പത്തൂരിൽ വൈകുന്നേരം 5:23 തിരുപ്പൂർ 6:05, ഈറോഡ് 6:50, സേലം 7:20, ഒപ്പം ജോളാർപേട്ട 9:05, കൃഷ്ണരാജപുരം 10:25. അങ്ങനെ രാത്രി 11 മണിയോടുകൂടി തന്നെ നമ്മൾ ബാംഗ്ലൂരിൽ എത്തും. അത് 8 മണിക്കൂർ കൊണ്ട് എത്തുക എന്ന് പറയുന്നത് അത് വലിയ സന്തോഷം തന്നെയാണ്. ഇതിൽ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏറെ നാളത്തെ ഒരു ആഗ്രഹം കൂടിയാണ് അവരുടേത്. തിരിച്ച് ബംഗളൂരുവിൽ നിന്നും പുലർച്ചെ 5:10 പുറപ്പെടുന്ന ട്രെയിൻ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് 1:50 എത്തിച്ചേരുക. അങ്ങനെയാണ് ഇതിന്റെ സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ മുതലായിരിക്കും ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള യാത്ര നടത്തുക. ഇതിനു മുൻപുള്ള ട്രയൽ റണ്ണൊക്കെ വിജയകരമായി പൂർത്തിയാകുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കുട്ടികളും ഒപ്പം തന്നെ മറ്റ് ചില വ്യക്തികൾ, രാഷ്ട്രീയ പ്രമുഖരടക്കമുള്ളവരായിരിക്കും ഇന്നത്തെ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുക. ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാം വേദിയിൽ ഗവർണർ, ഒപ്പം തന്നെ സുരേഷ് ഗോപി MP, ജോർജ് കുര്യൻ MP, ഹൈബി ഈഡൻ MP, കൊച്ചി മേയർ മന്ത്രി P. രാജീവ്, TJ വിനോദ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. വലിയ ആഘോഷത്തോടുകൂടി തന്നെയാണ് എറണാകുളം ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വലിയ ആഘോഷ പരിപാടികൾ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം വന്ദേ ഭാരത് ഇത് 3ാമത്തെ വന്ദേ ഭാരത് ആണ്. എങ്കിൽ പോലും ഓരോ വന്ദേ ഭാരത് എത്തുമ്പോഴും കേരളത്തിലുള്ളവർക്ക് വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ട്രെയിനുകൾ സഞ്ചരിക്കുന്നതെന്ന് നമുക്കറിയാം. ഈ വലിയ സമയം
വലിയ രീതിയിലുള്ള സമയനഷ്ടം, അതിനപ്പുറത്തേക്ക് സ്വസ്ഥമായി യാത്ര ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. എന്തായാലും ബംഗളൂരിലേക്ക് പോകുന്നവർക്ക് വലിയ ആശ്വാസമായിട്ട് തന്നെയാണ് ഈ വന്ദേ ഭാരതിന്റെ ഈ സന്തോഷത്തിന്റെ ഈ ചൂളം വിളിച്ചുകൊണ്ട് വന്ദേ ഭാരതിനെ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ഉദ്ഘാടന സമയത്ത് നമുക്ക് തിരിച്ചു വരാം ഈ വാർത്തയിലേക്ക് തന്നെ. ഉദ്ഘാടനം ഇന്ന് നടക്കുമെങ്കിലും ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പതിവ് സർവീസ് 11 മുതലായിരിക്കും തുടങ്ങുക. വന്ദേ ഭാരത് സർവീസിന്റെ എക്സ്പ്ലെയിനർ നമുക്കൊന്ന് കാണാം. MG രേണുക തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്ര തുടങ്ങുകയാണ്. ബംഗളൂരുവിനും എറണാകുളത്തിനുമിടയിൽ മലയാളികൾ കാത്തിരുന്ന ട്രെയിൻ സർവീസ് 2024 ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 26 വരെ ബംഗളൂരു കന്റോൺമെന്റ് എറണാകുളം സ്പെഷ്യലായി 1 മാസം ഓടിയ വന്ദേ ഭാരത് സ്ഥിരമാക്കണമെന്ന മലയാളി കൂട്ടായ്മകളുടെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. ബംഗളൂരുവിൽ നിന്ന് എറണാകുളം വരെ 630 കിലോമീറ്റർ ദൂരം 8 മണിക്കൂർ 40 മിനിറ്റിൽ പിന്നിടാനാകും. നിലവിൽ ബംഗളൂരു എറണാകുളം റൂട്ടിലെ വേഗമേറിയ പകൽ ട്രെയിനായ ഇന്റർസിറ്റി എക്സ്പ്രസ് 578 കിലോമീറ്റർ ദൂരം 10 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ടാണ് പിന്നിടുന്നത്. ഈ യാത്രാ സമയമാണ് 8 മണിക്കൂർ 40 മിനിറ്റിലേക്ക് വന്ദേ ഭാരതിലൂടെ ചുരുങ്ങുന്നത്. വന്ദേ ഭാരത് ഓടിത്തുടങ്ങുന്നതോടെ 600-ലേറെ സീറ്റുകൾ കൂടിയാണ് ബംഗളൂരു യാത്രക്കാർക്കായി അധികമായി ലഭിക്കുന്നത്. 11 സ്റ്റോപ്പുകളാണുള്ളത്. ബുധൻ ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ്. സ്റ്റോപ്പുകളും സമയവും നോക്കാം. ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് 2665 നമ്പർ വന്ദേ ഭാരത് രാവിലെ 5:10 KSR പുരത്ത് നിന്ന് പുറപ്പെടും. 5:25 KR പുരത്തെത്തും. 7 മണിക്ക് ജോലാർപേട്ടെ, 8:13 സേലം, ഈറോഡിൽ 9, തിരുപ്പൂരിൽ 9:45, 10:33 കോയമ്പത്തൂരിൽ, 10:45 പോത്തന്നൂർ, 11:28 പാലക്കാട്, ഷൊർണൂരിൽ 12:11, തൃശൂർ 12:28. എറണാകുളം ജംഗ്ഷനിൽ 1:30 ട്രെയിൻ എത്തും. ഇനി തിരിച്ചുള്ള യാത്ര നോക്കാം. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് 2665 നമ്പർ വന്ദേ ഭാരത് ഉച്ചയ്ക്ക് ശേഷം 2:20 പുറപ്പെടും. രാത്രി 11 ബംഗളൂരുവിലെത്തും. യാത്രാസമയവും സ്റ്റേഷനുകളും നോക്കാം. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 2:20 ട്രെയിൻ പുറപ്പെടുന്നത്. 3:17 തൃശൂർ, 4 മണിക്ക് ഷൊർണൂർ, 4:35 പാലക്കാട്, കോയമ്പത്തൂരിൽ 5:28, 6:03 തിരുപ്പൂരിൽ, ഈറോഡിൽ 6:45, സേലത്ത് 7:18, 9:05 ജോലാർപേട്ടയെത്തും. 10:23 KR പുരത്ത്, 11 മണിക്ക് KSR ബംഗളൂരുവിൽ യാത്ര അവസാനിക്കും. അറ്റകുറ്റപ്പണിക്കും ശുചീകരണത്തിനും സൗകര്യമൊരുക്കിയിട്ടുള്ളത് KSR യാർഡിലാണ്. എറണാകുളത്തിനും ബംഗളൂരുവിനുമിടയിൽ വന്ദേ ഭാരത് യാത്ര തുടങ്ങുന്നതോടെ യാത്രാസമയം കുറയ്ക്കാനാകും. മാത്രവുമല്ല 600ഓളം സീറ്റുകൾ തിരക്കുള്ള സമയങ്ങളിൽ വലിയ ആശ്വാസവും യാത്രക്കാർക്ക് സമ്മാനിക്കും.